സപ്പനോം കെ ഷഹർ അഥവാ സ്വപ്നങ്ങളുടെ നഗരം അല്ലെങ്കിൽ സ്വപ്നങ്ങളുടെ സിറ്റി എന്നറിയപ്പെടുന്ന മുംബൈയിലേക്കാണ് നമ്മുടെ യാത്ര ഇന്ന്. സോ നമ്മളിന്ന് പോകാൻ ഉപയോഗിക്കുന്ന വണ്ടി 22655 എറണാകുളം നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. സോ അതിൻ്റെ വീഡിയോയും വിശേഷങ്ങളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ഓൾറെഡി ഇവിടെ ഷണ്ട് ചെയ്ത് കൊണ്ടിട്ടിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഈ കിടക്കുന്ന വണ്ടിയുണ്ടോ, ഇത് നമ്മുടെ തിരുവനന്തപുരം പോകുന്ന തിരുവനന്തപുരം വഞ്ചിനാട് എക്സ്പ്രസ് ആണ്. അതായത് നമ്മുടെ വണ്ടി ഒരു വീക്ക്ലി സൂപ്പർ ഫാസ്റ്റാണ്. എല്ലാ ബുധനാഴ്ചയും നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് 5:15 സ്റ്റാർട്ട് ചെയ്യുന്നൊരു വണ്ടിയാണ് കേട്ടോ. സോ ഇവിടുന്ന് നമ്മുടെ കേരളത്തിൽ ആകെ 4 സ്റ്റോപ്പാണ് എറണാകുളം വിട്ട് കഴിഞ്ഞാൽ വരുന്നത്. അതായത് നമ്മുടെ തൃശ്ശൂർ, ഷൊർണൂർ, അതേപോലെ കോഴിക്കോട്, കണ്ണൂർ കഴിഞ്ഞാൽ നേരെ മാംഗ്ലൂർ ജംഗ്ഷനാണ്. കാസർഗോഡ് സ്കിപ്പാണ്. സോ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം നമുക്ക് ട്രെയിനകത്ത് കയറിയിട്ട് നമ്മുടെ കോച്ചിനകത്ത് കയറിയിട്ട് നമുക്ക് കാണാം. ഇതാണ് വണ്ടിയുടെ ജനറൽ കോച്ചസ്. വലിയ തിരക്കൊന്നുമില്ല. ഇവിടുന്ന് സ്റ്റാർട്ടിങ് ആണെങ്കിലും വെളുപ്പങ്കാലം ആയതുകൊണ്ടായിരിക്കും. സോ നമ്മുടെ ടൈം ഏകദേശം 5 മണിയായി. സോ 5:15 കറക്റ്റ് നമ്മുടെ വണ്ടി ഇവിടെ നടക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ ബർത്ത്. M2 ആണ്, AC എക്കണോമി കോച്ചാണ് കേട്ടോ. സോ നമുക്ക് 2 സൈഡ് സീറ്റാണ് കിട്ടിയിരിക്കുന്നത്. വിൻഡോ സൈഡ് അല്ല, നോർമൽ സൈഡ് സീറ്റാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഈ അഡ്വർടൈസ്ഡ് കോച്ചാണ് കേട്ടോ നമ്മുടെ AC എക്കോണമി കോച്ച്. നമുക്ക് നമ്മുടെ കോച്ചിലോട്ട് കയറാം കേട്ടോ. ഇതാണ് നമ്മുടെ കോച്ച്. ഇതാണ് നമ്മുടെ ഇന്റീരിയർ കേട്ടോ, ഈ സീറ്റ്. സോ നമുക്ക് ബെഡ്ഷീറ്റ്, പില്ലോ കവർ, അതേപോലെ ഒരു ബ്ലാങ്കറ്റ് നമുക്ക് പ്രൊവൈഡ് ഉണ്ട്. പിന്നെ ഒരു ബ്യൂട്ടിഫുൾ വിൻഡോ സ്ക്രീനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു വാഷ് ബേസിനുണ്ട്. ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കയറിയാലും ഞാൻ ടോയ്ലറ്റ് റിവ്യൂ ചെയ്യാറുണ്ട്. എന്നാൽ ഇതൊരു നോർമൽ ഇന്ത്യൻ ടൈപ്പ് ക്ലോസറ്റാണ് നമുക്ക് കിട്ടുക. ഓക്കെ, നല്ല നീറ്റാണ്, പറയത്തക്ക കംപ്ലൈൻസ് ഒന്നും ഇതുവരെ ഇല്ല. ഗൈസ്, നമ്മുടെ കോച്ച് പുറത്ത് നോക്കുമ്പോൾ കാണിച്ചു തരാം, നല്ല അടിപൊളിയാണ്. അഡ്വർടൈസ് ആക്കിയിട്ടുള്ളൊരു കോച്ചാണ്. പക്ഷെ അകത്തോട്ട് കയറി കഴിയുമ്പോൾ അത് ഭയങ്കര ഓൾഡ്, മീൻസ് ഒരുമാതിരി യൂസ് ചെയ്തിട്ട് എന്താ മെയിൻറ്റെയിൻ ചെയ്യാത്തൊരുമാതിരി കോച്ച് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് തോന്നുന്നു ഈ വഞ്ചിനാടിനെ ഇവിടെ പിടിച്ചിട്ടിട്ട് നമ്മുടെ വണ്ടീനെ എടുത്തുകൊണ്ട് പോകും. കണ്ടോ ഗൈസ്, പെർഫെക്റ്റ് ഓൺ ടൈം കേട്ടോ. 5:15 നമ്മുടെ വണ്ടി ഓൺ അടിച്ചു. സോ ഇത് വിട്ടിട്ടായിരിക്കും ഇനി വഞ്ചിനാട് പോകേണ്ടത്. ഇത് ആക്ച്വലി 5:10 പോകേണ്ട വണ്ടി. ഓഫ്, പെർഫെക്റ്റ് ടൈമിങ്. നമ്മൾ എറണാകുളത്ത് നിന്ന് വിട്ടു.
സോ ഇനി നേരെ കിടന്ന് ഉറങ്ങാണ് കേട്ടോ പണി. നല്ല ഉറക്കമാണ്. നമ്മളിപ്പോൾ രാത്രി വന്നതാണ് ഇവിടെ. സോ നേരെ കിടന്നിട്ട് ഇനിയിപ്പോൾ എപ്പോൾ എഴുന്നേക്കുന്നത് കോഴിക്കോടായിരിക്കും മിക്കവാറും ഇരിക്കുന്നത്. സോ കോഴിക്കോട് വെച്ച് നമുക്ക് കാണാം. സോ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അല്ല, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ കടന്നുറങ്ങിയപ്പോൾ നല്ലൊരു ഉറക്കമായിരുന്നു. നമ്മൾ കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ണൂർ എത്തിയിട്ടുണ്ടോ. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റേഷൻ കണ്ണൂരാണ്. എറണാകുളം വിട്ട് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വണ്ടി പോകുന്നുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് സ്റ്റേഷൻ കണ്ണൂരാണ് കേട്ടോ. കണ്ണൂരെത്തി. ഇവിടുത്തെ അനൗൺസ്മെന്റ് കേട്ടോ. ഇതാണ് ചിലർ പറഞ്ഞത് കണ്ണൂർ അനൗൺസ്മെന്റ് ഭയങ്കര വ്യത്യാസം. നിങ്ങൾക്ക് ഡൽഹിക്ക് പോകാൻ പറ്റിയ നല്ലൊരു അടിപൊളി ട്രെയിനാണിത് കേട്ടോ. ബിക്കോസ് നിങ്ങളിപ്പോൾ ജനറലി പോവുകയാണെങ്കിൽ തന്നെ ഇതിനത്ര വലിയ തിരക്കൊന്നും വരാൻ പോകുന്നില്ല. കാരണം വളരെ കുറച്ച് സ്റ്റോപ്സ് മാത്രമേ ഈ വണ്ടിക്കുള്ളൂ. കേരളത്തിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി 4 സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ. അതായത് എറണാകുളം വിട്ട് കഴിഞ്ഞാൽ തൃശ്ശൂർ, ഷൊർണൂർ, പിന്നെ കോഴിക്കോട്, കണ്ണൂർ എത്രയേ ഉള്ളൂ സ്റ്റോപ്പ്. കാസർഗോഡ് വരെ സ്കിപ്പ് അടിക്കും. നമ്മൾ നേരെ മാംഗ്ലൂരാണ് പോകുന്നത്. പിന്നെ മുംബൈക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ട്രെയിനാണ്. നിങ്ങൾക്ക് പൻവേൽ നേരെ പോയി ഇറങ്ങാം. ജനറലി പോകുകയാണെങ്കിൽ തന്നെ സുഖമായിട്ട് നിങ്ങൾക്ക് പോയിട്ട് വരാം. വലിയ തിരക്കൊന്നുമില്ല. ഞാനത് ഇൻട്രോയിൽ നിങ്ങൾ കാണിച്ചായിരുന്നു. സോ ഡൽഹിക്ക് പോകാൻ പറ്റിയൊരു വീക്കിലി സൂപ്പർ ഫാസ്റ്റാണിത്. നല്ലൊരു വീക്കിലി സൂപ്പർ ഫാസ്റ്റാണ്. എറണാകുളം ജംഗ്ഷനിൽ നിന്ന് രാവിലെ 5:15 എല്ലാ ബുധനാഴ്ച എടുക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ.
ജംഗ്ഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ബാംഗ്ലൂരു ജംഗ്ഷനിൽ നമ്മൾ ഹാഫ് ആൻ അവർ മുമ്പ് എത്തി കേട്ടോ. ഇവിടുന്ന് 12:10-നാണ്, 12:05 വന്നിട്ട് 12:10 പോകേണ്ടതാണ്. നമ്മൾ 11:40 ആയപ്പോൾ എത്തി. നമ്മളിപ്പോൾ കുലശേഖര ടണലിൽ എൻ്റർ ചെയ്തിരിക്കുകയാണ്. കണ്ടോ, വലിയൊരു ടണലാട്ടോ, മാംഗ്ലൂർ കഴിഞ്ഞിട്ട്. ഹലോ ഗൈസ്, അപ്പം നമ്മളിപ്പം ജോക്കട്ടെ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ നിൽക്കുന്നത്. ക്രോസിങ്ങിന് വേണ്ടിയാണെന്ന് തോന്നുന്നു. നമ്മുടെ ഒരു മാംഗ്ലൂർ ജംഗ്ഷൻ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഉണ്ട് മുംബൈയിൽ നിന്ന്. സോ അത് ഇപ്പോൾ തോക്കൂർ വരെ എത്തിയിട്ടുണ്ട്. സോ അത് ക്രോസിങ്ങിന് വേണ്ടി നമ്മളിവിടെ പിടിച്ചിട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. സോ തോക്കൂർ ദിവസം തൊട്ട് നമ്മുടെ കൊങ്കൺ റെയിൽവേ സ്റ്റാർട്ട് ചെയ്യും. സോ കൊങ്കൺ റെയിൽവേ ഫുള്ള് 120 kmph ആണോ, പറപ്പിച്ച് പോകുന്ന വീഡിയോസ് കാണാം. നമ്മുടെ സ്പീഡ് 114 ആണ് കേട്ടോ. 114 ഇപ്പോൾ ക്രൂസ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉടുപ്പി ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഉടുപ്പിയാണ്. നമുക്ക് അവിടെ നിന്നൊരു ഏതാ ഭാവനഗർ ടെർമിനസ് തിരുവനന്തപുരം സെൻട്രൽ ആ വണ്ടിയുടെ ക്രോസിങ് ആയിട്ട് നമുക്കത് കാണാം. ഗായ്സ്, അങ്ങനെ നമ്മൾ ഉടുപ്പി സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ബിഫോർ ടൈമാണ് ഉടുപ്പിയിൽ വന്നേക്കുന്നത്. 1:34-നാണ് കേട്ടോ അവിടെ വന്നത്. ആക്ച്വൽ ടൈം 1:38-നാണ് വരേണ്ടത്. 1:34 വന്നു. സോ ഗായ്സ്, നമ്മളിപ്പോൾ കർവാർ ഡിപ്പാർട്ട് ചെയ്തു കേട്ടോ. കർവാറിൽ നിന്ന് പണ്ട് കോവിഡിന് മുമ്പ് തിരുവനന്തപുരം വരെ ഓടിയിരുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. ശരിയാണ്. സോ ഇവിടെ കർവാറിൽ വന്നപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻറ്റ് തിരുവനന്തപുരം നിസാമുദ്ദീനായിരുന്നു. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കണകോണ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനാണ് കേട്ടോ. കൺകോണ എന്നാണ് അതിനെ വായിക്കുന്നെങ്കിലും കണകോണ എന്നാണ് നമുക്ക് പറയാനായിട്ട് എളുപ്പം. നമ്മൾ മലയാളത്തിൽ അത് വായിച്ചു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിപ്പോവും. സോ അങ്ങനെ ഒരു സ്റ്റേഷനിൽ നമ്മൾ വണ്ടി പിടിച്ചിട്ടിരിക്കണം. അത് ബ്യൂട്ടിഫുൾ സ്റ്റേഷനാണ് കേട്ടോ. സോ നമ്മൾ മംഗള ലക്ഷദ്വീപ് വരും, അതിന് ക്രോസിങ്ങിന് വേണ്ടി പിടിച്ചിട്ടിരിക്കുകയാണ് ഇവിടെ. ഹലോ ഗൈസ്, നമ്മുടെ വണ്ടി ക്രോസിങ്ങിന് വേണ്ടി പിടിച്ചിട്ടിരിക്കുകയാണ്. മംഗള ലക്ഷദ്വീപാണ് കേട്ടോ. നമ്മുടെ എറണാകുളം വരെ പോകുന്ന മംഗള ലക്ഷദ്വീപ് ഇപ്പോൾ ആ അകലേന്ന് വരുന്നത് കാണാൻ. Junction.
അരമണിക്കൂർ ലേറ്റായിട്ട് നമ്മുടെ വണ്ടി ഇപ്പോൾ ഗോവയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. मडगाव नांदेड प्लॅटफॉर्म क्रमांक 3 पर है. मडगाव नांदेड और प्लॅटफॉर्म नंबर 3. जंक्शन वास्को डी गामा स्टेशन थोड्याच वेळात प्लॅटफॉर्म क्रमांक നമുക്ക് ബിയർ അടിച്ചാലോ? ബിയർ നമ്മളിപ്പോൾ ഗോവയിലാണ് നിൽക്കുന്നത്. സോ ഇത് കണ്ടോ, ഗോവയിൽ നമുക്ക് ഫ്രണ്ടിലൊരു ബിയർ പാർലറുണ്ട്. അവിടെ തന്നെ വണ്ടി കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കുറച്ച് പേര് ഇവിടുന്ന് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. സിഗ്നൽ ഇപ്പോഴും റെഡാണ്. ഗൈസ് നമുക്ക് മജോറഡയിൽ സിഗ്നൽ വന്നു കേട്ടോ. സോ ഇവിടെ നമുക്ക് ഫ്രണ്ടിലൊരു ബാറൊക്കെ ഉണ്ട്. സോ പുള്ളി ബിയർ വാങ്ങിക്കുന്നു. ഗൈസ് ഞങ്ങൾ നല്ലൊരു ബ്യൂട്ടിഫുൾ സ്റ്റേഷനിൽ ക്രോസിങ്ങിന് വേണ്ടിയാണോ സിഗ്നലിന് വേണ്ടിയാണോ എന്ന് അറിയില്ല പിടിച്ചിട്ടുണ്ട്. വെർണ എന്നാണ് ഈ സ്റ്റേഷനിൽ വരുന്നുണ്ടോ. ഇവിടെ നൈസാണ്. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ വണ്ടി കിടക്കുന്നു. ഗൈസ് നമ്മുടെ വണ്ടി ഗോവ കഴിഞ്ഞ് ഫുൾ ആൾക്കാരായിരുന്നു കേട്ടോ. നിറച്ചു ആൾക്കാരാണ് ഇപ്പോൾ പോയത്. നിറച്ചു ആൾക്കാർ ഭയങ്കര കയോട്ടിക് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. ഭയങ്കര റഷായിട്ട് എല്ലാവരും എന്താണ് അവിടുത്തെ ആൾക്കാർ, കയറേണ്ട ആൾക്കാരാണെങ്കിലും ചുമ്മാ ബഹളം വെച്ച് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്തിട്ടുള്ളൊരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. സീറ്റിന് വേണ്ടിയുള്ള ബഹളം, അങ്ങനത്തെ കുറേ ബഹളങ്ങളെല്ലാം കഴിഞ്ഞ് നമുക്ക് വീഡിയോ ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല. സോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ എൻഡ് ചെയ്യാൻ വിചാരിച്ചു. രാത്രി ഇനിയിപ്പോൾ ഒരു 10:15 ആവും നമ്മൾ രത്നഗിരിയിൽ എത്തുമ്പോൾ. രത്നഗിരി എത്തുമ്പോൾ അവിടുത്തെ വീഡിയോ കാണിച്ചു തരാം. പിന്നെ നേരെ നമ്മൾ വൈൻഡപ്പ് ചെയ്ത് നാളെ പൻവേൽ രാവിലെ നമ്മൾ 2:50 ആകുമ്പോൾ, ലേറ്റില്ലെങ്കിൽ 2:50 ആകുമ്പോൾ നമ്മളവിടെ എത്തും പൻവേൽ. സോ പൻവേലിൽ ഗൈസ് നമ്മളങ്ങനെ 40 മിനിറ്റ്സ് ഡിലേ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് രത്നഗിരിയാണ്. നമ്മൾ 9:15 എത്താതാണ്. ഇതിനകത്ത് കാണിക്കുന്നത് 10:23 ആവുമെന്നാണ്. സോ ഓൾമോസ്റ്റ് 1 മണിക്കൂർ ഡിലേ ആയിട്ട് രത്നഗിരിയിൽ എത്തുമെന്നാണ് പറയുന്നത്. मुंबई छत्रपती शिवाजी महाराज അപ്പോൾ ഗൈസ് നമ്മൾ രത്നഗിരി എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കും. നമ്മൾ ഇനിയിപ്പം വെളുപ്പിന് ഒരു 3 മണിയാകുമ്പോൾ പൻവേലെത്തും. ഓക്കെ, സോ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ രത്നഗിരിയിൽ നിന്ന് ഇത്രയും സാധനം വാങ്ങിച്ചോട്ടെ. വേറെ കഴിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ രത്നഗിരി എത്തി. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ വണ്ടി വിട്ടു കേട്ടോ. സോ നമ്മൾ ഇന്ന് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ ഒരു 3 മണിയാകുമ്പോൾ നമ്മൾ പൻവേലെത്തും. അവിടെ വെച്ച് നമുക്ക് കാണാം. ഓൾറെഡി ഒരു 53 മിനിറ്റ് ഡിലേ ആയിട്ടാണ് വണ്ടി ഇവിടെ എത്തിയത്. സോ നമുക്ക് പൻവേൽ. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ രാവിലെ 8:00 തന്നെ ബിഫോർ ടൈമിൽ പൻവേൽ എത്തി കേട്ടോ. ഷോ ചെയ്ത വീഡിയോ.
1 മണിക്കൂർ ഓടിക്കൊണ്ടിരുന്ന നമ്മുടെ വണ്ടി പൻവേൽ എത്തിക്കഴിഞ്ഞപ്പോൾ ബിഫോർ ടൈമിൽ 10 മിനിറ്റ് ബിഫോർ നമ്മളിവിടെ എത്തി. സോ വണ്ടി ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. സോ ഇത് 2:55 ആകുമ്പോൾ പോകുമ്പോൾ നമ്മുടെ വണ്ടി 2:40 ആയപ്പോൾ തന്നെ ഇവിടെ കയറി ഇതിനകത്ത്. ഗൈസ്, നമ്മൾ പൻവേൽ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ബിഫോർ ടൈമിൽ എത്തി കേട്ടോ. 10 മിനിറ്റ് മുമ്പ് നമ്മൾ പൻവേൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഇതാണ് നമ്മുടെ പൻവേൽ. അപ്പോൾ ഗൈസ്, നമ്മൾ 1540 കിലോമീറ്റർ അറൗണ്ട് 21 hours കൊണ്ട് നമ്മൾ കവർ ചെയ്ത് ഇപ്പോൾ പൻവേൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ മുംബൈ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട്. സോ ഇനി ഇവിടെ നമുക്ക് മുംബൈക്ക് ലോക്കൽ പിടിച്ച് പോകണം. സോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.